If a like joins in the last part. How many toy cards? Appu is making toy cards. അപ്പു ഇതാ ഇതുപോലെയുള്ള കുഞ്ഞു കളിവണ്ടികൾ ഉണ്ടാക്കുകയാണ്. വീൽസ് ആർ ബോട്ടിൽ ടോപ്സ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ വീൽ എന്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത്? ബോട്ടിൽ ടോപ്പ്, ആ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഹി മെയ്ഡ് കാർഡ്സ് വിത്ത് 2 വീൽസ് 3 വീൽസ് ആൻഡ് 4 വീൽസ്. അവന് വ്യത്യസ്ത തരത്തിലുള്ള കാർട്ടുകളാണ് ഉണ്ടാക്കി. ചില കാർട്ടിന് 2 വീലുണ്ടായിരുന്നു, ചിലതിന് 3 വീല്, ചിലതിന് 4 വീല്. ഓൾ ടുഗെദർ ഹി യൂസ്ഡ് 30 ബോട്ടിൽ ടോപ്സ്. ഈ 2 വീൽസുള്ള 5 വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ എത്രയായി ടോട്ടൽ? 10 ബോട്ടിൽ ടോപ്പ് അതിനുപയോഗിച്ചു. 3 വീലുള്ള 4 വണ്ടി ഉണ്ടാക്കി. അപ്പോൾ 4 × 3 12 ബോട്ടിൽ ടോപ്സ് അതിനുപയോഗിച്ചു. 4 വീലുള്ള 2 വണ്ടി ഉണ്ടാക്കി. അപ്പോൾ 2 × 4 8 ബോട്ടിൽ ടോപ്സ്. അപ്പോൾ മൊത്തം 10 + 12 + 8 എത്രയായി? 30 ബോട്ടിൽ ടോപ്സ് ഉപയോഗിച്ചു. അങ്ങനെ 2 വീൽസുള്ള 5 എണ്ണം, 3 വീൽസുള്ള 4 എണ്ണം, 4 വീൽസുള്ള 2 എണ്ണം കാറുകളും ഉണ്ടാക്കി. മനസ്സിലായോ? സ്കൂൾ ബസ്. സാബു കൗണ്ടഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ ബസ്. സാബു എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു സ്കൂൾ ബസ്സിനകത്ത് കുട്ടികളൊക്കെ ഇരുന്ന് പോവുകയാണ്. കണ്ടില്ലേ സ്കൂൾ ബസ്സിൽ കുട്ടികൾ ഇരുന്ന് പോകുന്നത്? അപ്പോൾ ആ സ്കൂൾ ബസ്സിൽ എത്ര കുട്ടികളുണ്ടെന്ന് സാബു എണ്ണി നോക്കി. 6 സീറ്റ്സ് ഓൺ ദ റൈറ്റ് വിത്ത് 3 സ്റ്റുഡൻസ് ഈച്ച്. റൈറ്റ് സൈഡിൽ എന്നുണ്ടോ ബസ്സിനകത്ത് എങ്ങനെയാണ്? ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് കുട്ടികളിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ 6 സീറ്റ് വെച്ചിട്ടുണ്ട്. ഓരോ സീറ്റിലും എത്ര കുട്ടികൾ ഇരിപ്പുണ്ട്? 3 കുട്ടികൾ വീതം ഇരിപ്പുണ്ട്. 5 സീറ്റ്സ് ഓൺ ദ ലെഫ്റ്റ് വിത്ത് 2 സ്റ്റുഡൻസ് ഈച്ച്. ലെഫ്റ്റ് സൈഡിലോ? ലെഫ്റ്റ് സൈഡിൽ 5 സീറ്റ് ഉണ്ട്. ആ ഓരോ സീറ്റിലും 2 കുട്ടികൾ വീതം ഇരിപ്പുണ്ട്. 4 ഇൻക്ലൂഡിങ് മൈസെൽഫ് ആർ സ്റ്റാൻഡിങ്. സാബു ഉൾപ്പെടെ 4 കുട്ടികൾ നിൽക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ബസ്? അങ്ങനെയാണെങ്കിൽ ആ ബസ്സിൽ മൊത്തം എത്ര കുട്ടികളുണ്ടാവും? ബസ്സിൻ്റെ റൈറ്റ് സൈഡിൽ 6 സീറ്റ്, അവിടെ 3 സ്റ്റുഡൻസ് വെച്ചിട്ട്. അപ്പോൾ 6 × 3 18 സ്റ്റുഡൻസ് റൈറ്റ് സൈഡിലുണ്ട്. ലെഫ്റ്റ് സൈഡിൽ 5 സീറ്റ്, ഓരോ സീറ്റിലും 2 പേര് വെച്ച് 5 × 2 = 10. എഴുന്നേറ്റ് നിൽക്കുന്നത് സാബു ഉൾപ്പെടെ 4 കുട്ടികൾ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 18 + 10 + 4 = 32 സ്റ്റുഡൻസ്. അപ്പോൾ 32 സ്റ്റുഡൻസാണ് മൊത്തത്തിൽ ഉള്ളത് ബസ്സിൽ. In the next stop, students got down from 2 seats on the right and 3 seats on the left. അടുത്തൊരു സ്റ്റോപ്പ് വന്നപ്പോൾ കുട്ടികൾ 2 സീറ്റിൽ നിന്നുള്ള കുട്ടികൾ, റൈറ്റ് സൈഡിലെ 2 സീറ്റിൽ നിന്നുള്ള കുട്ടികളും ലെഫ്റ്റ് സൈഡിലെ 3 സീറ്റിൽ നിന്നുള്ള കുട്ടികളും ഇറങ്ങി. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര കുട്ടികളുണ്ടാവും ബസ്സിൽ? ഇതാ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് സ്റ്റോപ്പിൽ 2 സീറ്റ്, റൈറ്റിൽ നിന്നുള്ള 2 സീറ്റിൽ നിന്നുള്ള കുട്ടികൾ ഇറങ്ങി. റൈറ്റിൽ നമുക്കറിയാം ഓരോ സീറ്റിലും 3 കുട്ടികൾ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ 2 സീറ്റിൽ നിന്നുള്ള കുട്ടികൾ ഇറങ്ങി എന്ന് പറയുമ്പോൾ 2 × 3 = 6 കുട്ടികൾ ഇറങ്ങി റൈറ്റ് സൈഡിൽ നിന്നുള്ള. ഇനി ലെഫ്റ്റ് സൈഡിൽ 3 സീറ്റിൽ നിന്നുള്ള കുട്ടികൾ ഇറങ്ങി എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ലെഫ്റ്റ് സൈഡിലെ സീറ്റിൽ ഒരു സീറ്റിൽ 2 കുട്ടികളാണ് ഇരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 3 × 2 6 സ്റ്റുഡൻസ് ഇറങ്ങി. അപ്പോൾ ടോട്ടൽ 6 + 6 12 കുട്ടികൾ ഇറങ്ങി. നമ്മുടെ ക്വസ്റ്റ്യൻ അതുമല്ല, എത്ര സ്റ്റുഡൻസാണ് ബാക്കിയുള്ളത് ബസ്സിൽ നിന്നാണ്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു മൊത്തം 32 സ്റ്റുഡൻസ് ഉണ്ടെന്ന്. ഇപ്പോൾ 12 സ്റ്റുഡൻസ് ഇറങ്ങി. അപ്പോൾ 32 - 12 = 20 സ്റ്റുഡൻസ് ബസ്സിൽ ബാക്കിയുണ്ടെന്ന് മനസ്സിലായി. I bought 6 packets with 3 biscuits each. What is the total number of biscuits I bought? 6 packets വാങ്ങിച്ചു. ഒരു പാക്കറ്റിനകത്ത് 3 ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ബിസ്ക്കറ്റ് 6 × 3 = 18 biscuits. When the teacher divided the students into 5 groups of 4 each, 1 student was left out. When they were divided into 4 groups of 5 each, then also 1 student was left out. What is the total number of students? ടീച്ചർ ഒരു ക്ലാസ്സിലുള്ള മൊത്തം കുട്ടികളെ ആദ്യം 5 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോ ഗ്രൂപ്പിലും 4 കുട്ടികൾ വീതമുള്ള 5 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു കുട്ടി മാത്രം എക്സ്ട്രാ ആയിട്ട് വന്നു. അതായത് 5 ഗ്രൂപ്പ് ഉണ്ടാക്കി, ഓരോ ഗ്രൂപ്പിലും 4 കുട്ടികൾ വീതമുള്ള. അങ്ങനെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തപ്പം ഒരു കുട്ടി മാത്രം എക്സ്ട്രാ വന്നു.
അതുപോലെ തന്നെ വെൻ ദേ ആർ ഡിവൈഡഡ് ഇൻ ടു 4 groups of 5 each, 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. 5 കുട്ടികൾ വീതമുള്ള 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തപ്പോഴും ഒരു കുട്ടി അധികം വന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കുട്ടികൾ ഉണ്ടാകും? ആദ്യം 5 ഗ്രൂപ്പ്സ് 4 ഈച്ച്, 5 × 4 20. അങ്ങനെ ഗ്രൂപ്പിൽ 20 കുട്ടികൾ വന്നു. അപ്പോൾ ഒരു കുട്ടി മാത്രം ലെഫ്റ്റ് ഔട്ടായില്ലേ? അപ്പോൾ അവനെയും കൂടെ ചേർത്ത് ടോട്ടൽ 20 + 1 21 കുട്ടികൾ. പിന്നെ എന്താ ചെയ്തത്? അവർ 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ, 5 കുട്ടികൾ വീതമുള്ള. അപ്പോൾ ടോട്ടൽ 4 × 5 20 കുട്ടികളും അപ്പോഴും ഒരു കുട്ടി എക്സ്ട്രാ വന്നു, 20 + 1 21. അപ്പോൾ മൊത്തം എങ്ങനെ ഡിവൈഡ് ചെയ്താലും ആ ക്ലാസ്സിലെ കുട്ടികൾ 21 പേര് തന്നെയാണ്. അവരാണ് ആദ്യം 5 ഗ്രൂപ്പായിട്ടും പിന്നെ 4 ഗ്രൂപ്പായിട്ടും ഡിവൈഡ് ചെയ്തത്. അപ്പം ആ ക്ലാസ്സിൽ മൊത്തമുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 21 ആണ്. When 5 benches were occupied each by 5 students, 5 were left out. Then how many students are there altogether? If each bench is to be occupied by 5 students with no one left out, how many benches are needed? ഒരു ക്ലാസ്സിൽ 5 ബെഞ്ചുണ്ട്. ഒരു ബെഞ്ചിൽ 5 സ്റ്റുഡൻസ് വെച്ചിട്ട് 5 ബെഞ്ചുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ 5 സ്റ്റുഡൻസിന് ഇരിക്കാൻ സ്ഥലമില്ല, അവർ വെളിയിൽ നിൽക്കുകയാണ്. 5 ബെഞ്ചുണ്ട്, ഓരോ ബെഞ്ചിലും 5 കുട്ടികൾ വീതമുണ്ട്. അങ്ങനെ അറേഞ്ച് ചെയ്താലും ബാക്കി ഒരു 5 പേര് എക്സ്ട്രാ ഇരിക്കാൻ ബെഞ്ചില്ലാണ്ട് വെളിയിൽ നിൽപ്പുണ്ട്. ദെൻ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഓൾ ടുഗെദർ? 5 benches with 5 students each. അപ്പം 5 × 5 = 25 സ്റ്റുഡൻസ്. അതിൽ നിന്നും ഇത്രയും പേര് 5 ബെഞ്ചിൽ വരുന്നാലും ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ളത് 5 കുട്ടികളാണ്. അപ്പോൾ ആ ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ള കുട്ടികളെയും കൂടെ ചേർത്തിട്ട് മൊത്തം എത്ര കുട്ടികളുണ്ട്? 25 + 5 = 30 സ്റ്റുഡൻസ് ആ ക്ലാസ്സിലുണ്ട്. If each bench is to be occupied by 5 students with no one left out, then how many benches are needed? ഇപ്പോൾ ഒരു ബെഞ്ചിൽ 5 കുട്ടികൾ വെച്ചിരുന്നിട്ട് എല്ലാ കുട്ടികൾക്കും ഇരിക്കാൻ സ്ഥലം കിട്ടണം. ഇപ്പോൾ 5 കുട്ടികൾ നിൽക്കുകയല്ലേ, അപ്പോൾ ആ 5 കുട്ടികൾക്കും കൂടെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര ബെഞ്ച് വേണം? നമുക്കറിയാം 25 കുട്ടികൾ 5 ബെഞ്ചിലായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു ബെഞ്ചിൽ 5 കുട്ടിയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് ഇരിക്കാൻ ഒരു ബെഞ്ചും കൂടെ മതിയല്ലോ. 5 കുട്ടികളാണ് ബാക്കിയുള്ളത്, അവർക്കിരിക്കാൻ ഒരു ബെഞ്ചും കൂടെ വേണം. അപ്പോൾ ടോട്ടൽ 5 + 1 6 ബെഞ്ച് വേണം എല്ലാ കുട്ടികൾക്കും ഇരിക്കാൻ വേണ്ടിയിട്ട്. രാഗി ബോട്ട് 4 നോട്ട്ബുക്സ് ആൻഡ് 6 പെൻസ്. രാഗി 4 നോട്ട്ബുക്കും 6 പേനയും വാങ്ങിച്ചു. കോസ്റ്റ് ഓഫ് എ നോട്ട്ബുക്ക് ഈസ് 6 rupees ആൻഡ് ദാറ്റ് ഓഫ് എ പെൻ ഈസ് 3 rupees. ഒരു നോട്ട്ബുക്കിൻ്റെ വില 6 രൂപയാണ്, ഒരു പേനയുടെ വില 3 രൂപയുമാണ്. ഫോർ ഹർ ബ്രദർ ഷീ ബോട്ട് 6 pencils ഈച്ച് കോസ്റ്റിംഗ് 2 rupees. അവളുടെ അനിയന് വേണ്ടിയിട്ട് ഒരു 6 പെൻസിൽ വാങ്ങിച്ചു. ഒരു പെൻസിലിൻ്റെ വില 2 രൂപയാണ്. 4 നോട്ട്ബുക്സ് കോസ്റ്റിംഗ് 5 rupees ഈച്ച്. നോട്ട്ബുക്ക് വാങ്ങിച്ചു അനിയന് വേണ്ടിയിട്ട്, അത് 4 നോട്ട്ബുക്ക് വാങ്ങിച്ചു 5 രൂപ വെച്ചിട്ടുള്ള. If she gave 100 rupees to the shopkeeper, what amount did she get back? അവൾ മൊത്തം 100 രൂപ ഷോപ്പ് കീപ്പറിന്, കടക്കാരന് കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് തിരിച്ച് എത്ര രൂപ കിട്ടും? രാഗി 4 നോട്ട്ബുക്സ് വാങ്ങിച്ചു രാഗിക്ക് വേണ്ടിയിട്ട് 6 rupees വെച്ചിട്ടുള്ള. അപ്പോൾ 4 × 6 = 24 rupeesന് നോട്ട്ബുക്ക് വാങ്ങിച്ചു. 6 പെൻസ് വാങ്ങിച്ചു, 3 രൂപയാണ് ഒരു പേനയ്ക്ക്. അപ്പോൾ 6 × 3 18 രൂപയ്ക്ക് പേന വാങ്ങിച്ചു. അപ്പോൾ രാഗിക്ക് വേണ്ടി നോട്ടും പേനയും വാങ്ങിക്കാനായിട്ട് 24 + 18 = 42 rupees ആണ് ചിലവാക്കിയത്. ഇനി ബ്രദറിന് വേണ്ടി 6 പെൻസിൽ വാങ്ങിച്ചു. 2 രൂപ വെച്ചിട്ടാണ് ഒരു പെൻസിലിൻ്റെ വില. അപ്പോൾ പെൻസിലിന് 6 × 2 12 rupees ആയി. പിന്നെ 4 നോട്ട്ബുക്ക് വാങ്ങിച്ചു. ഒരു നോട്ട്ബുക്കിൻ്റെ വില 5 രൂപ. 4 × 5 20. അപ്പോൾ ബ്രദറിന് വേണ്ടിയിട്ട് മൊത്തം 12 + 20 32 rupeesൻ്റെ നോട്ട്ബുക്കും പെൻസിലും വാങ്ങിച്ചു. അപ്പോൾ ടോട്ടൽ 42 + 32 74 rupeesൻ്റെ സാധനം രാഗി വാങ്ങിച്ചു. എന്നിട്ട് എന്താ ചെയ്ത രാഗി? 100 രൂപ കടക്കാരന് കൊടുത്തു. അപ്പോൾ ബാക്കി എത്ര കിട്ടും? 100 - 74 = 26 rupees അവർക്ക് ബാക്കി കിട്ടും. Mary's UP school. In the school, 201 students were studying in the first standard, 14 students less than the first standard in the second standard, 186 students in the third standard, and in the fourth standard, 18 students more than the
Number of students in the 3rd standard. 195 students study in the 5th standard. Which class has the most students? Find the total number of students in LP section. എന്തെങ്കിലും മനസ്സിലായോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട്? മേരീസ് UP സ്കൂളിൽ ഉള്ള കുട്ടികളുടെ എണ്ണമാണ് ഈ പറഞ്ഞേക്കുന്നത്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ എണ്ണം. അപ്പോൾ നമുക്ക് ഓരോ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ 201 സ്റ്റുഡൻസ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റാൻഡേർഡിലോ 14 സ്റ്റുഡൻസ് ലെസ് ദാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഈസ് ഇൻ ദ സെക്കൻഡ് സ്റ്റാൻഡേർഡ്. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളെക്കാളും 14 കുട്ടികൾ കുറവാണ്. അതായത് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ 201 മൈനസ് 14 ഈക്വൽസ് 187 സ്റ്റുഡൻസ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലുണ്ടെന്ന് കിട്ടി. 186 students in the 3rd standard. 3rd standardൽ ഡയറക്റ്റ് വന്നിട്ടുണ്ട് 186 students. In the 4th standard, 18 students more than the number of students in the 3rd standard. 3rd standardലുള്ള കുട്ടികളെക്കാൾ 18 സ്റ്റുഡൻസ് കൂടുതലാണ് 4th സ്റ്റാൻഡേർഡിൽ. അപ്പോൾ 4th 186 പ്ലസ് 18 ഈക്വൽസ് 204. 195 students study in the 5th standard. 5th സ്റ്റാൻഡേർഡും ഡയറക്റ്റ് വന്നിട്ടുണ്ട് 195 students. Which class has the most students? ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് ഏത് ക്ലാസ്സിലാണ്? 4th സ്റ്റാൻഡേർഡിലാണ് അല്ലേ? 204 സ്റ്റുഡൻസ് ഉണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ LP സെക്ഷൻ. ഇപ്പോഴത്തെ LP സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 5 ആണ്. അപ്പോൾ മൊത്തവും 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ എത്ര കുട്ടികളുണ്ടെന്നറിയാൻ തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. ടോട്ടൽ number of students is equal to 973. Among the 213 students in the 6th standard, 114 were girls. എന്ന് വെച്ചാൽ എന്താ? ആകെ 213 സ്റ്റുഡൻസ് ഉണ്ട് 6th. അതിനകത്ത് 114ഉം ഗേൾസ് ആണ്. അപ്പോൾ എത്ര ബോയ്സ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 213 മൈനസ് 114 ചെയ്താൽ മതിയല്ലോ. സോ 99 ബോയ്സും 114 ഗേൾസും ഉണ്ട് 6ാം ക്ലാസ്സിലല്ലേ. ഇനി 7th സ്റ്റാൻഡേർഡിൽ 19 സ്റ്റുഡൻസ് മോർ ദാൻ 6th സ്റ്റാൻഡേർഡ്. 213 സ്റ്റുഡൻസ് ആണ് 6th. 7th അപ്പോൾ 19 സ്റ്റുഡൻസ് കൂടുതലാണ്. അപ്പോൾ എത്ര? സോ 232 ആണ് 7th സ്റ്റാൻഡേർഡിൽ. നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ഈക്വൽ. അപ്പോൾ 200 ഈക്വൽ ഗേൾസും ബോയ്സും ഉണ്ട്. അപ്പോൾ 116 ഗേൾസും 116 ബോയ്സും ഉണ്ടാവും. 8th standard has 37 students less than 7th standard. അപ്പം 7th സ്റ്റാൻഡേർഡിൽ എത്ര ഉണ്ടായിരുന്നേ? 232. അതിൽ നിന്ന് മൈനസ് 37 ചെയ്യുന്നതാണ് 7th സ്റ്റാൻഡേർഡിൽ. അപ്പോൾ എത്ര ഉണ്ടാവും? 8th സ്റ്റാൻഡേർഡിൽ അപ്പോൾ 195 സ്റ്റുഡൻസ് ഉണ്ട്. there are 105 ബോയ്സ്. അപ്പോൾ ബാക്കി എത്ര ഗേൾസ് ഉണ്ടാവും? 90 ഗേൾസ് ഉണ്ടാവും അല്ലേ? 195 മൈനസ് 105. അപ്പം who are more in the UP section, boys or girls, by how much? അതൊക്കെ നിങ്ങൾ ഇപ്പോൾ ഈ ആൻസറൊക്കെ തന്നിട്ടില്ലേ? അപ്പോൾ ബോയ്സ് ആണോ ഗേൾസ് ആണോ എന്ന് എല്ലാം തമ്മിൽ കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് പറയണം. ബാക്കി ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുക. Thank you for watching this video. Please subscribe and share.